ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സൂസ് കിച്ചൺ. നമ്മളിന്ന് ചെയ്യുന്നത് ഒരു പ്ലം കേക്കാണ് കേട്ടോ. ഇതിനകത്ത് നമ്മൾ കാരമലൈസ് ചെയ്തിട്ടൊന്നുമില്ല, പഞ്ചസാര അല്ലാതെ തന്നെയാണ് നമ്മളിത് ചെയ്തെടുത്തിട്ടുള്ളത്. അതുപോലെ കംപ്ലീറ്റ് ആൽക്കഹോൾ ഫ്രീ ആയിട്ടാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. റമ്മിലോ വൈനിലോ ഒന്നും തന്നെ ഇട്ട് വെച്ചിട്ടല്ല നമ്മളിത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി, പ്ലം കേക്കിൻ്റെ റെസിപ്പി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് നമ്മളുടെ പ്ലം കേക്കിൻ്റെ ഇത്രയും ഈസി ആയിട്ടുള്ളൊരു വെർഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്കപ്പോൾ നമ്മളുടെ പ്ലം കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് സോക്കയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ പലരും ഇതൊക്കെ നേരത്തെ തന്നെ ചെയ്ത് വെക്കാറുണ്ട്. നമ്മളിന്നിവിടെ ഇൻസ്റ്റൻ്റ് ആയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അതിന് വേണ്ടി ഞാൻ 100 ഗ്രാം ബ്ലാക്ക് റേസിൻസ് എടുത്തിട്ടുണ്ട്. ബാക്കി എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും ഞാൻ 50 ഗ്രാം വെച്ചാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് ആപ്രിക്കോട്ടാണ്. അതുപോലെ ഇത് സ്വീറ്റ് ചെറിയാണ്. അതിൻ്റെ നെക്സ്റ്റ് അതായത് ഇത് പ്രൂൺസ്, അതും എല്ലാം 50 ഗ്രാം ആണ് കേട്ടോ. ഇത് ക്രാൻബെറി ആണ്. ഈ വൈറ്റ് കളർ പോലെയുള്ളത് ഫിഗ്, സെൻട്രലുള്ളത് ടൂട്ടി ഫ്രൂട്ടി ആണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഡേറ്റ്സ് വേണമെന്നുള്ളവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് എടുക്കാം. ഞാൻ എടുത്തിട്ടില്ല. എനിക്ക് ഡേറ്റ്സ് ഇങ്ങനെ പ്ലം കേക്കിൽ ഇടുന്നത് അത്ര താല്പര്യമില്ല, അതുകൊണ്ടാണ് ഞാൻ എടുക്കാഞ്ഞത് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ നമ്മളുടെ ഈ ഉണ്ടാക്കുന്ന അളവിലേക്ക്, ഈ കേക്കിലേക്ക് വേണ്ടത് 450 ഗ്രാം ടു 500 ഗ്രാം വരയ്ക്കും ഡ്രൈ ഫ്രൂട്ട്സ് ആവശ്യമുണ്ട്. അപ്പം ഞാനിവിടെ ഇപ്പോൾ ടോട്ടൽ 450 ഗ്രാം ഡ്രൈ ഫ്രൂട്ട്സ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ കയ്യിലുള്ളതിൽ പ്രൂൺസ് കുറച്ച് സോഫ്റ്റ് ആയതാണ്. അത് കാരണം ഞാനിത് കുക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നില്ല. കാരണം സോഫ്റ്റ് ആയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് നമ്മളിതിൻ്റെ കൂടെ കുക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ ഇട്ട് കൊടുത്താൽ അതിങ്ങനെ ഭയങ്കരമായിട്ട് അതിനകത്ത് അലിഞ്ഞ് നിൽക്കുകയെ. അപ്പോൾ അത് നമ്മളെ കേക്കിന് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതിങ്ങനെ അലിഞ്ഞ് പോയി കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ ഈ പ്രൂൺസ് സോഫ്റ്റ് ആയതുകൊണ്ട് അത് മാത്രം മാറ്റി വെച്ച് ബാക്കി എല്ലാ ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് ഇട്ട് കൊടുക്കുക. അടുത്തതായി നമ്മളുടെ ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് ഒരു 1/2 കപ്പ് ബട്ടറാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. 1/2 കപ്പ് ബട്ടറും അതിനോടൊപ്പം തന്നെ 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്മെല്ലില്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. കോൺ ഓയിലോ സൺഫ്ലവർ ഓയിലോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഓയിൽ ഉപയോഗിക്കാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ 1 കപ്പ് ബട്ടർ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അതുപോലെ ഇനി അടുത്തതായി നമുക്കിതിലേക്ക് ഞാൻ 3/4 കപ്പ് ബ്രൗൺ ഷുഗറാണ് ചേർക്കുന്നത്. അപ്പോൾ ബ്രൗൺ ഷുഗർ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ഡാർക്ക് ബ്രൗൺ ഷുഗറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അതുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ഇല്ലെങ്കിൽ നമ്മൾ വൈറ്റ് ഷുഗർ തന്നെ ചേർക്കുക. പക്ഷെ അത് കാരമലൈസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ കാരമലൈസ് ചെയ്ത് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഇനി ഒഴിച്ചു കൊടുക്കുന്നത് 3/4 കപ്പ് നോർമൽ വാട്ടറാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് 1/2 കപ്പ് നോർമൽ വാട്ടറും പിന്നെ 1/4 കപ്പ് വൈനോ ബ്രാൻഡിയോ വിസ്കിയോ ഏത് വേണമെങ്കിലും ചേർക്കാം. ഞാനിവിടെ ഇപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല. കംപ്ലീറ്റ് ആൽക്കഹോൾ ഫ്രീ ആയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതൊന്നും ചേർക്കാത്തത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് ചേർത്ത് കൊടുക്കണം. നമുക്ക് ആ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഒക്കെ മിക്സ് ഞാനിപ്പോൾ ഗ്യാസ് സ്റ്റൗവിലേക്ക് ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ഇപ്പോൾ തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഒരു 5 മിനിറ്റൊക്കെ മതിയാവും. അപ്പോഴേക്കും തന്നെ നമ്മളുടെ ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വരും. അത്രയ്ക്ക് അതിൻ്റെ ഒരു 5 മിനിറ്റ് തന്നെ അതിന് എടുക്കുകയുള്ളൂ. ഇപ്പോൾ നമ്മളുടെ ബട്ടറൊക്കെ നന്നായിട്ട് ഉരുകി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ നോക്കൂ, കണ്ടോ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി നോക്കൂ. അപ്പോൾ ഈ ഒരു ഭാഗം മതിയാവും. ഈ സമയത്ത് നമുക്കിതിൻ്റെ തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മളുടെ ഫ്രൂട്ട്സൊക്കെ നല്ല സോഗി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇനിയിപ്പോൾ ഞാൻ ഈ കാണിച്ച പോലെ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് തന്നെ എടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതൊന്നുമില്ല, ബ്ലാക്ക് റൈസിൻസ് മാത്രം ഉള്ളെങ്കിൽ അത് മാത്രം എടുത്താലും മതി കേട്ടോ. അപ്പോൾ അത് ഇതിൻ്റെ ഒരു വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യണമെന്നേ ഉള്ളൂ. 450 ടു 500 ഗ്രാം വരയ്ക്കും അത്രയും ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടമുള്ളത് എടുക്കാം കേട്ടോ. അപ്പോൾ അതൊന്നും കുഴപ്പമില്ല. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നോക്കൂ, നമ്മളുടെ ഡ്രൈ ഫ്രൂട്ട്സിൽ നമ്മൾ നേരത്തെ കാണിച്ചപ്പോൾ അത് കുറച്ചും കൂടി ലിക്വിഡ് ഫോമിലായിരുന്നു. ഇപ്പോൾ അത് നല്ല തിക്കായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പാകത്തിൽ ആണ് നമുക്ക് ഇനിയിപ്പോൾ നമ്മൾ കേക്കിലേക്ക് എടുക്കുന്നത്. അപ്പോൾ ഇത്രയും മതിയാവും. ഇനി ഇതിൻ്റെ സെക്കൻഡ് സ്റ്റെപ്പായ ബാറ്റർ മിക്സിങ് നോക്കാം എങ്ങനെയാണ്.
അപ്പോൾ ബാറ്റർ തയ്യാറാക്കുന്നതിന് മുന്നേ നമുക്കിതിലേക്ക് കുറച്ച് മസാല പൊടിച്ചെടുക്കാനുണ്ട്. അതിന് വേണ്ടി ഞാൻ അവിടെ ഒരു 8 ഗ്രാമ്പു, 3 കഷ്ണം പട്ട, പിന്നെ ഒരു ജാതിക്കയുടെ പകുതി, അതായത് നട്ട്മഗ് എന്ന് പറയും ഇതിന്. അപ്പോൾ അതിൻ്റെ പകുതി എടുക്കുക. പിന്നെ ഒരു 6 ഏലക്കായ. ഇത് കുറച്ചല്ലേ ഉള്ളൂ, അപ്പോൾ നമുക്ക് മിക്സിയിൽ അത് ശരിക്കും അങ്ങ് പൊടിഞ്ഞ് കിട്ടില്ലേ. അപ്പോൾ അതിന് എളുപ്പത്തിന് വേണ്ടി ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. പൊടിച്ചതിന് ശേഷം അത് ഒന്ന് അരിപ്പയിൽ അരിച്ചെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ അതിലിങ്ങനെ ഓരോ സാധനം ഇങ്ങനെ ഇതിൻ്റെ ശരിക്കും പൊടിയാത്തൊക്കെ കടിക്കാൻ കിട്ടും കേക്കിനകത്ത്, അത് അത്ര നന്നാവില്ല. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഫ്ലോർ, അതായത് മൈദയാണ്. മൈദ 1.25 കപ്പ് അളവിലാണ് നമ്മളിപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി ഞാൻ ഇപ്പോൾ 1 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് 3/4 കപ്പും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിങ്ങനെ ഒരു സ്റ്റെയിനർ വെച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കുക. ഇതിനോടൊപ്പം ഒരു നുള്ള്, അല്ലെങ്കിൽ ഒരു പിഞ്ച് നമുക്ക് ഉപ്പ്, നമ്മൾ നോർമൽ ഉപയോഗിക്കുന്ന സോൾട്ട് ഉണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുക്കുക. അടുത്തതായി നമ്മൾ ചേർക്കുന്നത് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ്, അതായത് 3 ടീസ്പൂൺ മിൽക്ക് പൗഡറാണ് ഞാനിവിടെ ചേർക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളുടെ കേക്കിന് നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടുവേ. ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്തിട്ട് നന്നായിട്ട് അരിച്ചെടുക്കുക. ഒരു 3 തവണ ഇങ്ങനെ അരിച്ചെടുത്താലേ ഈ ചേർത്ത എല്ലാ പൊടികളും ഉണ്ടല്ലോ അത് ഈവണായിട്ട് മിക്സായി കിട്ടുള്ളൂ കേട്ടോ. ഞാനപ്പം മൈദയുടെ മിക്സ് നന്നായിട്ട് അരിച്ചെടുത്തതാണ് കേട്ടോ. ഇത് 3 തവണ അരിച്ചതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഗ്രാമ്പു പട്ട ഒക്കെ പൊടിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ പൊടിച്ച മിക്സാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അത് ചേർത്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് അരിച്ചതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ തോലാണ് ഇതിൽ ഞാൻ എടുത്തിട്ടുള്ളത്. ഗ്രേറ്ററിൽ വെച്ചിട്ട് ഒരു നാരങ്ങയുടെ തോല് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ. അങ്ങനെ ഗ്രേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അടിവശത്തുള്ള വെള്ള കളറിലുള്ള വൈറ്റ് പോർഷൻ വരാതെ ശ്രദ്ധിക്കണം. അത് വന്നു കഴിഞ്ഞാൽ ഒരു കയ്പ്പ് ടേസ്റ്റ് വരാൻ സാധ്യതയുണ്ട്. ഇതുപോലെ തന്നെ ഒരു ചെറിയ ഓറഞ്ചും ഗ്രേറ്ററിൽ വെച്ച് ഗ്രേറ്റ് ചെയ്തതാണ് കേട്ടോ. അതിനും ഇതുപോലെ തന്നെ വൈറ്റ് പോർഷൻ വരാതെ ശ്രദ്ധിക്കണേ. ഇനി നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് ഇതിൻ്റെ കൂടെ മൈദയുടെ കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റ് നേരം ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ ഇത്. അടുത്തതായി റൂം ടെമ്പറേച്ചറിലുള്ള 3 കോഴിമുട്ട നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ മിക്സിയുടെ ജാറിൽ അടിക്കണം നിർബന്ധമില്ല കേട്ടോ, വിസ്ക് വെച്ചടിച്ചാലും മതിയാവേ. ഇതിനോടൊപ്പം 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് ഇതൊരു മിക്സിംഗ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. നമ്മൾ ഒഴിച്ചു കൊടുത്ത മുട്ടയുടെ മിക്സിലേക്ക് ഇനി നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഈ ഒരളവിലേക്ക് 100 ഗ്രാം തൊട്ട് 150 ഗ്രാം വരയ്ക്കാണ് നട്ട്സ് ചേർക്കേണ്ടത്. അപ്പം ഞാനിപ്പോൾ ഇവിടെ 100 ഗ്രാമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അത് കാഷ്യൂനട്ടും അതുപോലെ തന്നെ ബദാമുമാണ്. അതൊന്ന് നമ്മൾ ഇടികല്ല് വെച്ചിട്ട് തട്ടിപ്പൊട്ടിച്ചതാണ്. മിക്സിയിൽ ഒന്നിട്ട് അടിക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അതിന് ശേഷം ഇപ്പോൾ ചേർത്ത് കൊടുത്തത് നമ്മൾ നേരത്തെ മാറ്റി വെച്ച പ്രൂൺസ് ഉണ്ടല്ലോ, സോഫ്റ്റ് ആയ കാരണം ആ പ്രൂൺസാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ പ്രൂൺസും കൂടി ഇട്ടിട്ട് ഇളക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ സോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ നമ്മളുടെ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാതും ഇൻസ്റ്റൻ്റായിട്ട്, ആ ഡ്രൈ ഫ്രൂട്ട്സും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതും മുട്ടയുടെ മിക്സും എല്ലാം നന്നായിട്ട് മിക്സ് ആവണേ. അപ്പോൾ അതുപോലെ നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ നമ്മൾക്ക് ഒരിക്കലും ഈ ഡ്രൈ ഫ്രൂട്ട്സിന് ഒട്ടും തന്നെ നമ്മൾ ആ മിക്സ് ചെയ്തതിന് ചൂടുണ്ടാവാൻ പാടില്ല കേട്ടോ. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രമേ ഈ എഗ്ഗിൻ്റെ മിക്സിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. എന്നിട്ട് ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ മൈദയും അതുപോലെ ഓറഞ്ച് സെസ്റ്റ് ലെമൺ സെസ്റ്റ് എല്ലാം കൂടിയിട്ട് ആ മിക്സ് മൈദയുടെ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുക്കുമ്പോൾ ആകെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഒരേ ഡയറക്ഷനിലേക്ക് മാത്രം ഇളക്കാം കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ഇളക്കരുത്. നമ്മളിനി പ്ലം കേക്ക് ഉണ്ടാക്കുന്നതിന് 3rd സ്റ്റെപ്പായ കേക്ക് ബേക്കിങ്ങിലേക്ക് കടക്കുകയാണ്. അതിനുവേണ്ടി ഞാനൊരു മോൾഡ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊരു സിലിക്ക മെറ്റീരിയലിലാണ് ഉള്ളതാണ്, സ്പൈറൽ ഷേപ്പിൽ കേട്ടോ. ഈ ഒരു മോൾഡാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളെപ്പോഴും റൗണ്ടിലും സ്ക്വയറിലൊക്കെ അല്ലേ ഉണ്ടാക്കുക, അപ്പോൾ ഒരു ഡിഫറെൻറ്റ് ഷേപ്പ് ആവട്ടെ എന്ന് വെച്ചിട്ട് ഇതെടുത്തതാണ്. നമ്മൾ മുന്നേ ഇതിനകത്തൊരു തോന്നൽ പുഡിങ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ മോൾഡാണ് ഇത്. കണ്ടപ്പോൾ എനിക്ക് തോന്നി ഒന്ന് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്ത് നോക്കാമെന്ന്. അപ്പോൾ ഇതിൽ ബട്ടറൊക്കെ തൂകി ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. മൈദ ഇട്ട് കൊടുക്കണമെന്നില്ല, സിലിക്ക മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ബട്ടർ മാത്രമേ ഞാൻ തൂക്കി കൊടുത്തിട്ടുള്ളൂ. ഇതിലേക്ക് നമ്മളുടെ നേരത്തെ ആ മിക്സ് ഉണ്ടല്ലോ അതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എവിടെയെങ്കിലുമൊക്കെ ഹോൾസ് ഉണ്ടെങ്കിൽ ഒന്ന് സ്പാച്ചുല വെച്ചിട്ട് ഒന്ന് ശരിയാക്കി കൊടുക്കുക കേട്ടോ അത്. എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇതിനകത്ത് വല്ല എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാനായിട്ട്, ഇല്ലെങ്കിൽ നമ്മളത് ബേക്ക് ചെയ്ത് വരുമ്പോൾ ചെറിയ ചെറിയ ഹോൾസ് പോലെ വരുവേ.
അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതിൻ്റെ ചുറ്റിലും ഉള്ള ഇങ്ങനെ എക്സ്ട്രാ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അതൊന്ന് ടിഷ്യൂ വെച്ചിട്ട് തുടച്ച് കൊടുക്കുക, അരികൊക്കെ നല്ല ക്ലീൻ ആക്കി കൊടുക്കുക. എന്നിട്ട് ഞാനിത് മൈക്രോവേവിലാണ് ബേക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഗ്യാസ് സ്റ്റവിലും ചെയ്യാം. ഞാൻ മുന്നേ ഇതുപോലെ ഒരു കേക്ക് ഗ്യാസ് സ്റ്റവിൽ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യേണ്ടവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്യാം. ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിപ്പം നമുക്ക് മൈക്രോവേവിനകത്ത് വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. അപ്പം ഞാനിത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മൈക്രോവേവ് ഓവൻ 160 ഡിഗ്രിയിൽ 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഈ മൈക്രോവേവിലേക്ക് അത് മാറ്റി കൊടുക്കാം, കേക്കിൻ്റെ മിക്സ് മാറ്റി കൊടുക്കാം കേട്ടോ. എന്നിട്ട് 160ൽ 50 മിനിറ്റ്സ് വെച്ച് കൊടുക്കാം. അപ്പോഴേക്കും ഇതായി കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 50 മിനിറ്റ്സാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 50 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് സിൽക്കേൻ്റെ മോൾഡ് ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ പിടിക്കാൻ പറ്റുമേ. അങ്ങനെ കൈ അങ്ങനെ പൊള്ളൊന്നുമില്ല, ചെറിയൊരു ചൂട് അതുമേലെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് മാത്രമല്ല, ഇത് ഈസി ആയിട്ട് നമുക്ക് ഇതിൽ നിന്ന് ഇങ്ങനെ വിടിയിച്ചെടുക്കാനും പറ്റും, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കണ്ടോ, വളരെ ഈസി അല്ലേ ഇതിങ്ങനെ ആക്കിയെടുക്കാനായിട്ട്. ഇപ്പോൾ ദേ നമ്മളുടെ കേക്ക് നല്ല ബ്ലാക്കിഷ് കളറിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിതൊന്ന് ഇതിലേക്ക് കമത്തി എടുത്തിട്ട് കാണിച്ചു തരാം. ദേ നോക്കൂ, നമ്മൾ കറക്റ്റ് കാരമലൈസ് ചെയ്യാതെയൊക്കെ ചെയ്തിട്ടും നല്ല കറക്റ്റായിട്ട് നമ്മളുടെ കേക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലൊന്ന് ഡെക്കറേറ്റ് ചെയ്യുക. അതിൽ മുന്നായിട്ട് ഇതിനൊരു ഗ്ലേസിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ആപ്രിക്കോട്ടിൻ്റെ ജാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജാം എടുക്കാം കേട്ടോ. ആപ്രിക്കോട്ടിൻ്റെ ജാം ഒരല്പം മൈൽഡായിട്ടുള്ള ചൂടുവെള്ളം ഒഴിച്ച് ലൂസാക്കിയതാണ്. അതൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനപ്പോൾ നമ്മളെ കേക്ക് ഒന്ന് ചെറിയൊക്കെ വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ക്രിസ്മസിന് വേണ്ടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നിങ്ങളെ ഭാവനയ്ക്ക് അനുസരിച്ച് ഇതിനേക്കാളൊക്കെ നന്നായിട്ടൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അതുപോലെയൊക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്യുക. ഞാനിപ്പോൾ ജസ്റ്റ് ഇങ്ങനെയൊക്കെ ഒന്ന് വെച്ച് കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈസി അല്ലേ ചെയ്യാനായിട്ട്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ ഈസി ആയിട്ടുള്ള ഈ പ്ലം കേക്ക് റെസിപ്പി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് സുഹൂസ് കിച്ചൺ.